2009 നടന്ന കാര്യങ്ങൾ ഒരു ദുസ്വപ്നം പോലെയാണ് തോന്നുന്നത്. അതിന് 10 വർഷത്തോളം ശിക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെ ക്രിക്കറ്റ് വളരെ പിന്നാക്കം പോയി. ഇപ്പോൾ വീടുകളിലും സ്കൂളിലും മാർക്കറ്റിലും ഓഫീസിലുമെല്ലാം ചാമ്പ്യൻസ് ട്രോഫിയെക്കുറിച്ചാണ് സംസാരം. പ്രിയപ്പെട്ട താരങ്ങളുടെ കളി നേരിട്ട് കാണുന്നത് ആരാധകർക്കെന്ന പോലെ യുവ ക്രിക്കറ്റർമാർക്കും വലിയ കാര്യമാണ്. അല്ല എങ്കിൽ ക്രിക്കറ്റ് സംവിധാനമാകെ നിശ്ചലമായി പോകും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വെറുമൊരു കായിക പോരാട്ടം മാത്രമല്ല, അത് പ്രതീക്ഷകളുടെയും വികാരങ്ങളുടെയും സമ്മേളനം കൂടിയാണ്. പാക് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന ഇൻസമാം ഉൾ ഹക്ക് റോയിറ്റേഴ്സിനോട് പറഞ്ഞ വാക്കുകളാണിത്. 2009 പാകിസ്ഥാനിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ചാണ് ഇൻസമാം പറഞ്ഞത്. 2009 മാർച്ച് 3 പാക് പര്യടനത്തിനെത്തിയ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമാണ് ഭീകരാക്രമണം നേരിട്ടത്. 3-ാം ടെസ്റ്റ് മത്സരത്തിനായി ബസ്സിൽ പുറപ്പെട്ട ടീമിനെ ലാഹോർ ഗദ്ദാഫി സ്റ്റേഡിയത്തിന് പുറത്ത് ഒരുപറ്റം ഭീകരർ തടഞ്ഞു വെച്ചു. ആക്രമണത്തിൽ 6 പോലീസുകാരും മാച്ച് ഒഫീഷ്യൽസിനെ അനുഗമിച്ച വാഹനത്തിന്റെ ഡ്രൈവറും കൊല്ലപ്പെട്ടു. ശ്രീലങ്കൻ ക്യാപ്റ്റനായിരുന്ന മഹേല ജയവർദ്ധന, വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായിരുന്ന കുമാർ സംഗക്കാര, അജാന്ത മെൻഡിസ്, തിലൻ സമരവീര, തരംഗ പരണവിധാന ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പര്യടനം മതിയാക്കി ശ്രീലങ്ക തിരിച്ചുപോയി. യഥാർത്ഥത്തിൽ ഇന്ത്യയായിരുന്നു പാകിസ്ഥാനിൽ കളിക്കേണ്ടിയിരുന്നത്. 2008 നവംബറിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പിന്മാറിയപ്പോഴാണ് ശ്രീലങ്ക പാക് പര്യടനത്തിന് തയ്യാറായത്. രാഷ്ട്രത്തലവന്മാർക്ക് നൽകുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയാണ് ശ്രീലങ്ക പാകിസ്ഥാനിലെത്തിയത്. എന്നിട്ടും ആക്രമണമുണ്ടായി.